വെൽക്കം ടു നിഖിൽ ലാലി ക്ലാസ് റൂംസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന 2015 സ്കീമിലെ മെക്കട്രോണിക്സ് ഇതിലെ 2ാം മൊഡ്യൂളാണ്. നമുക്കൊന്ന് എന്തൊക്കെയാണ് സിലബസ് നോക്കിയാലോ. ഒന്ന് ആക്ടിവിറ്റീസിൽ വരുന്നത് ഹൈഡ്രോളിക് എന്ന് പറയുന്നു, ന്യൂമാറ്റിക് ആക്ടിവിറ്റീസും ഉണ്ട്. നമുക്കൊന്ന് ഡയറക്ഷൻ കൺട്രോൾ വാൾവ്സിനെ പറ്റിയും പഠിക്കുന്നുണ്ട്, പ്രഷർ കൺട്രോൾ വാൾവ്സിനെയും പറ്റി പഠിക്കുന്നുണ്ട്, പ്രോസസ് കൺട്രോൾ വാൾവ്സിനെയും പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്കൊന്ന് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് തുടങ്ങിയാലോ. ഇൻ ന്യൂമാറ്റിക്സ് ആൻഡ് ഹൈഡ്രോളിക്സ് ആർ ആപ്ലിക്കേഷൻസ് ഓഫ് ഫ്ലൂയിഡ് പവറിന് വേണ്ടിയാണ് ഈ ഉള്ള കളി. ഇനി അടുത്ത ന്യൂമാറ്റിക്സ് യൂസ് ആൻഡ് ഈസിലി കംപ്രസിബിൾ ഗ്യാസ് ഗേഷ്യസ് ഫോമിലേക്ക് ആക്കാനാണ് ന്യൂമാറ്റിക്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് സച്ച് എയർ ഓർ സ്യൂട്ടബിൾ പ്യുർ ഗ്യാസ്, while hydraulics uses relatively incompressible liquid such as oil. എൻ്റെ അമ്മോ, അടുത്ത മോസ്റ്റ് ഇൻഡസ്ട്രിയൽ ന്യൂമാറ്റിക് ആപ്ലിക്കേഷൻ യൂസ് pressure of about 80 to 100 pounds per square inch, 550 to 690 kilopascal. Hydraulics applications commonly used from 1000 to 5000 psi. എൻ്റെ അമ്മോ, അടുത്തത് 6.9 to 34.5 megapascal, but specialized application may exceed 10,000 psi. ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കാൻ പോണ സർക്യൂട്ടുകളെ പറ്റിയും പഠിക്കുന്നുണ്ട്. മോസ്റ്റ് ന്യൂമാറ്റിക് സർക്യൂട്ട്സ് റൺ അറ്റ് ലോ പവർ, യൂഷ്വലി അറൗണ്ട് 2 to 3 ഹോഴ്സ് പവർ. എൻ്റെ ഈശ്വരന്മാർ, 2 to 3 ഹോഴ്സ് പവറോ. ടു മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് എയർ ഓപ്പറേറ്റഡ് സർക്യൂട്ട്സ് ആർ ദെയർ ഇനിഷ്യൽ കോസ്റ്റ് ആൻഡ് ഡിസൈൻ സിംപ്ലിസിറ്റി. അതാണ് കഥ. ഞാനൊരു ന്യൂമാറ്റിക് സർക്യൂട്ട്സിൻ്റെ ഒരിത് നമുക്ക് വേറൊന്ന് സംസാരിക്കാം. നമുക്ക് വേറൊരു റെഫറൻസ് ഞാൻ പറയാൻ പോവുകയാണ്. Pneumatic system. In pneumatic systems, force is pressurized by gas. It is mainly by air pressure acting on the surface of a piston or valve. Pneumatic signals are often used to control elements, even if control system is electrical. Since these signals can actuate large valves and other high power control devices and accordingly move large loads, വലിയ ലോഡ്സ് നമ്മൾ കൊടുക്കുന്നു. The main drawback of pneumatic devices is the compressibility of air. Compressibility of air ആണ് വരുന്നത്. നമുക്കൊന്ന് ന്യൂമാറ്റിക് സിസ്റ്റത്തിൻ്റെ ഇതൊന്ന് ചെക്ക് ചെയ്താലോ. നമുക്കൊന്ന് ബേസിക് കമ്പോണൻറ്റ്സ് ഓഫ് ന്യൂമാറ്റിക് സിസ്റ്റം നോക്കിയാലോ. A pneumatic system carries power by employing compressed gas, generally air, as a fluid for transmitting energy from an energy generating source to an energy using point to accomplish useful work. Shows a simple circuit of a pneumatic system with basic components. Air filter, എയർ ഫ്രം എയർ അറ്റ്മോസ്ഫിയർ എയർ ഫിൽറ്റർ വഴിയാണ് എയർ കംപ്രസർ. പിന്നെ അതാ കണ്ടില്ലേ, പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്, അത് കണക്ട് ചെയ്ത് മോട്ടർ വഴി അവിടെ നിന്ന് എയർ കംപ്രഷനിലേക്ക് കണക്ഷൻ വന്നു. അത് കഴിഞ്ഞിട്ട് പ്രഷർ സ്വിച്ചും കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എയർ കൂളറിൽ എയർ തണുപ്പിക്കുന്നു. എന്നിട്ട് സ്റ്റോറേജ് റിസർവെയറിൽ എയർ വരുന്നു. എന്നിട്ട് അടുത്ത ഡയറക്ഷൻ കൺട്രോൾ വാൾവിലേക്ക് വരുന്നു. പിന്നെ എയർ ആക്ടിവേറ്ററിലേക്ക് വരുന്നു. എന്നിട്ട് എയർ ടു അറ്റ്മോസ്ഫിയർ. ഇങ്ങനെയാണ് കമ്പോണൻറ്റ്സ് ഓഫ് എ ന്യൂമാറ്റിക് സിസ്റ്റത്തിൻ്റെ ഇത് ഞാൻ കാണിച്ചു തന്നു. ഫ്ലോ നമുക്കൊരു അതിൻ്റെ ബാക്കി കഥകൾ പറയാം. ദ ന്യൂമാറ്റിക് ആക്ടിവേറ്റർ കൺവേർട്സ് ദ ഫ്ലൂയിഡ് പവർ into mechanical power to perform useful work. The compressor is used to compress the fresh air drawn from the atmosphere. The storage reservoir is used to
store a given volume of compressed air. The valves are used to control the direction, flow rate, and pressure of compressed air. External power supply is used to drive the compressor. The piping system carries the pressurized air from one location to another. Air is drawn from the atmosphere through an air filter and raised to required pressure by an air compressor. As the pressure rises, the temperature also rises. Hence, an air cooler is provided to cool the air with some preliminary treatment to remove the moisture. The treated pressurized air then needs to get stored to maintain the pressure with the storage reservoir. A pressure switch is fitted to start and stop electric motor when pressure falls and reaches the required level respectively. The three position change over the valve delivering air to the cylinder operates in a way similar to its hydraulic circuit. നമ്മൾ ആ കമ്പാരിസൺ പറഞ്ഞു. ഇനി എന്താണ് ഹൈഡ്രോളിക് സർക്യൂട്ട് എന്ന് പറയുന്ന സംഭവം നോക്കിയാലോ. ഹൈഡ്രോളിക് സർക്യൂട്ട് എന്താണ് നോക്കാം. ന്യൂമാറ്റിക് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് നോക്കാം. ഓൾ ബ്രേക്സ് ഓൺ ബസ്സസ് ആൻഡ് ട്രക്സ്, ഓർ എയർ കംപ്രസേഴ്സ്, കംപ്രസ്ഡ് എയർ എഞ്ചിൻ, HVAC കൺട്രോൾ സിസ്റ്റം, പൈപ്പ് ഓർഗൻ, ട്യൂബുലർ ന്യൂമാറ്റിക് ആക്ഷൻ, ന്യൂമാറ്റിക് ആക്ടിവേറ്റർ, ന്യൂമാറ്റിക് സിലിണ്ടർ, ന്യൂമാറ്റിക് ടയർ, പ്രഷർ സെൻസർ, അങ്ങനെ കുറേ കാര്യങ്ങൾ. നമ്മളിനി ഹൈഡ്രോളിക് സിസ്റ്റം നോക്കാം. എന്താണ് ഹൈഡ്രോളിക് സിസ്റ്റം? എ ഹൈഡ്രോളിക് സിസ്റ്റം സർക്കുലേറ്റ്സ് ദ സെയിം ഫ്ലൂയിഡ് repeatedly from a fixed reservoir that is part of the prime mover. Mover fluid is an important the fluid is an almost non-compressible liquid. Non-compressible liquid. So the actuators device drives can be controlled by to very accurate position, speed or forces. നമുക്കൊന്ന് ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ ഇത് നോക്കിയാലോ. ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ വേറെ റഫറൻസ് ഞാൻ പറയാൻ പോവുകയാണ്. Hydraulic systems uses a force which is applied at one point and transmitted to another point using an incompressible fluid, plant equipment and machinery, etc. നമുക്കൊന്ന് ബേസിക് കമ്പോണൻസ് ഓഫ് ഹൈഡ്രോളിക് സിസ്റ്റം ഒന്ന് നോക്കാം. The hydraulic system are power transmitting assemblies employing pressurized liquid as a fluid for transmitting energy from an energy generating source to an energy using point to accomplish useful work. Shows a simple circuit of hydraulic system with basic components. Part actuator, direction control valve, oil tank, pressure regulator, പമ്പ്, മോട്ടർ പമ്പ്, അങ്ങനെ ഇത് പോകും. ഫ്ലൂയിഡ് ഇങ്ങനെ ഫിൽറ്റർ വഴി കയറുന്നു, എന്നിട്ട് പമ്പിൽ വരുന്നു, പിന്നെ മോട്ടർ ഇറക്കി പ്രഷർ ചെയ്യുന്നു, എന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഡയറക്ഷൻ കൺട്രോൾ വാൾവ് വരുന്നു, എന്നിട്ട് 1 ഓഫ് ആവും, പിന്നെ 2 ഫോർവേഡ് ആവും, 3 റിട്ടേൺ ആവും പ്രോസസ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഇത് ഫ്ലൂയിഡ് എത്തുന്നു, പിന്നെ ഇതിൽ ലോഡ് ഇപ്പുറത്ത് വരുന്നു, അത് കഴിഞ്ഞ് ഇങ്ങനെ പോവും, അത് കഴിഞ്ഞ് ഡയറക്റ്റ് കൺട്രോൾ വാൾവ് വന്നിട്ട് എന്നിട്ട് ഓയിൽ ടാങ്കിലേക്ക് വരും. ഇതാണ് ഫ്ലൂയിഡ് സിസ്റ്റം.
നമുക്കൊന്ന് നോക്കിയാലോ അതിൻ്റെ ഫങ്ഷൻസ്. ദ ഹൈഡ്രോളിക് ആക്ടിവേറ്റർ ഈസ് എ ഡിവൈസ് കൺവേർട്ട് ദ ഫ്ലൂയിഡ് പവർ into mechanical power to do useful work. To actuator may be of the linear type, hydraulic cylinder, or rotatory type to provide linear or rotary motion respectively. The hydraulic pump is used to force the fluid from the reservoir to rest the hydraulic circuit by converting mechanical energy into hydraulic energy. Valves are used to control the direction, pressure and flow rate of a fluid flowing through the circuit. External power supply is required to drive the pump. Reservoir is used to hold the hydraulic liquid, usually hydraulic oil. Piping system carries the hydraulic oil from one place to another. Filters are used to remove any foreign particles so as keep the fluid system clean and efficient, as well as avoid damage to the actuator and valves. Pressure regulator regulates the required level of pressure in the hydraulic fluid. The piping closed loop type with the fluid transferred from the storage tank one side of the piston and returned back from the other side of the piston to the tank. Fluid is drawn from the tank by a pump that produces fluid flow at the required level of pressure. പ്രഷറിൻ്റെ ലെവൽ അറിയാൻ പറ്റും. ഇതാ കണ്ടില്ലേ, നമ്മളിങ്ങനെ ഇത് തള്ളുമ്പോൾ സിലിണ്ടർ ഇങ്ങനെ പ്രഷർ ഇങ്ങനെ റിസർവെയറിൽ പ്രഷർ ഇങ്ങനെ എയർ ഒരു കളിയാണ്. കമ്പോണൻസ് ഓഫ് ഹൈഡ്രോളിക് സിസ്റ്റം ഒരു എക്സാമ്പിൾ ഇത് കൊടുത്തിട്ടുണ്ട്. When the piston valve is changed upper position, the pipe pressure line is connected to port A, thus the load is raised. When the position of the valve is changed to lower position, the pipe pressure line is connected to port B and thus load is lowered. When the valve is at center position, it locks the fluid into the cylinder and that ends the fluid line. Actuators, hydraulic actuatorsum pneumatic actuatorsum. Hydraulic pumps വരുമ്പോൾ pumps are used to supply the high pressure that the mechatronic system requires. Three types are most commonly used: the gear pump, the vane pump, the piston pump. Gear pumps are used in hydraulic system for a clockwise rotation of the upper gear. As shown in figure 10.2, fluid is carried between the gear teeth in the same direction from the inlet to the high pressure discharge side of the pump. The meshing teeth seal the fluid and prevent it from returning to the low pressure side. This type of pump is cheap but becomes troublesome at high operating speeds and pressure. ഇനി അടുത്തത് വെയിൻ പമ്പ് എന്ന് പറഞ്ഞ ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം. വെയിൻ പമ്പ് ആർ യൂസ്ഡ് ഇൻ ഹൈഡ്രോളിക് സിസ്റ്റം when the rotor rotates in a counter clockwise direction, as shown in figure 10.3. ഇതാ കണ്ട, വെയിൻ പമ്പ് വന്നിട്ടുണ്ട്, ഗിയർ പമ്പ് കണ്ടല്ലോ. ഇങ്ങനെയാണ് വെയിൻ പമ്പിൻ്റെ പോലെ. ഇത് വരച്ച് എടുക്കുക, എല്ലാവരും ഇത് ഇത്രയും വരച്ചെടുക്കുക, നിങ്ങൾക്ക് കുറച്ച് പ്രയോജനപ്പെടും. The results from the eccentricity, the center of the rotor respect to that
of the housing. The net flow of fluid is a function of the eccentricity, and when it is varied, the vane pump can then be used as variable delivery pump. എന്താണ് ആക്സിയൽ പമ്പ് നമുക്കൊന്ന് നോക്കിയാലോ. ആക്സിയൽ piston pump എന്ന് വെച്ചാൽ the pistons are parallel to located in the rotor which is axially driven by the shaft. അത്രേ ഉള്ളൂ. നമ്മൾ ലീനിയർ ആക്ടിവേറ്റേഴ്സിൻ്റെ ഇനി ആക്ടിവേറ്റേഴ്സിനെ പറ്റി പഠിക്കാം. ഇനി ആക്ടിവേറ്റേഴ്സ് എന്ന് ലീനിയർ ആക്ടിവേറ്റേഴ്സ് നോക്കാം. ഒന്ന് സിംഗിൾ ആക്ടിംഗ് ഹൈഡ്രോളിക് ആൻഡ് ന്യൂമാറ്റിക് സിലിണ്ടർ. The simplest type of linear actuator is a single acting hydraulic cylinder. In this device, the pressurized fluid is admitted through only one side. So, this cylinder will produce work in only one direction. The return stroke is actuated by a spring or gravity. കണ്ടല്ലോ, നമ്മുടെ ഫിഗർ നോക്കാം. സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ പിസ്റ്റനും ഉണ്ട്, റോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ എക്സ്റ്റൻഷനും റീട്രാക്ഷനും കാണിച്ചു, എന്നിട്ട് എയർ ഓർ ഓയിൽ അകത്ത് കയറ്റുക. സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഇതാണ്. ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഫോളോയിങ് കമ്പോണൻസ് ഓഫ് സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ. സിലിണ്ടർ ബോഡി 2 end cover plates, piston rod, U-cup, O-ring, ബുഷ്, കംപ്രഷൻ സ്പ്രിങ്. കണ്ടോ, നമ്മുടെ ആ ചേട്ടൻ്റെ ഇതാണ്. ഇതാ ഓയിൽ ഫ്രം പമ്പ്, പിസ്റ്റൺ കാണിച്ചിട്ടുണ്ട്, സ്പ്രിങ് കാണിച്ചിട്ടുണ്ട്, പിസ്റ്റൺ റോഡ് കാണിച്ചിട്ടുണ്ട്, ബുഷ് ടു ഗൈഡ് ദ പിസ്റ്റൺ കാണിച്ച്, എൻഡ് കവർ, ഓ റിങ്, സിലിണ്ടർ ബോഡി, ബാരൽ, യു-കപ്പ് സീൽ കാണിച്ചിട്ടുണ്ട്. ദ വേരിയസ് പാർട്സ് single acting cylinder is shown. The end cover are fitted to the body by using 4 cover screws. കണ്ട, 4 cover screws ചെയ്തിട്ടുണ്ട്. ഇനി ഡബിൾ ആക്ടിങ് നമുക്കൊന്ന് നോക്കിയാലോ. ഇൻ ഡബിൾ ആക്ടിങ് സിലിണ്ടർ ഇതാ കണ്ട പാർട്സ്, ബേസ് ക്യാപ്പ്, എക്സ്റ്റൻഡ് ബോർഡ്, ബാരൽ, പിസ്റ്റണ്, വെൽഡ് ആൻഡ് സീൽ. കണ്ട, വെൽഡ് ചെയ്ത് വെച്ച് ബെയറിംഗ് ക്യാപ്പ്, ബെയറിംഗ്, റോഡ്, വൈപ്പർ സീൽ, റിട്രാക്ട് പോർട്ട്, എൻ സീൽ, അങ്ങനെ കുറേ പിസ്റ്റൺ സീൽ. ഇൻ ദീസ് ഡബിൾ ആക്ടിംഗ് സിലിണ്ടേഴ്സ് ദ പ്രഷറൈസ്ഡ് ലിക്വിഡ് ഈസ് admitted in both sides of the piston alternately. Work is performed during forward motion as well as backward motion of the piston. The prevent leakage seals are provided in 5 locations. The following are the important components of double acting cylinder. ഇത്രയാണ് നമ്മൾ ഈ പടം നന്നായിട്ട് വരച്ച് പഠിക്കുക. ഇനിയാണ് ഞാൻ ഗിയർ പമ്പിൻ്റെത് ഇൻലെറ്റ് കയറുന്നു, ഇതിലേക്കൂടി ഓയിൽ കയറുമ്പോൾ അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യും, ഈ 2 റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പോകണം. അടുത്തവൻ വെയിൻ പമ്പ്, അതിലേക്ക് ഓയിൽ കയറ്റുന്നു, ഇങ്ങനെ കറങ്ങി റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ വെയിൻ പമ്പിൻ്റെ ഔട്ട്ലെറ്റ് ഹൗസിങ് വന്നിട്ടുണ്ട് റോട്ടർ, അത് റൊട്ടേറ്റ് ചെയ്യും ഓയിൽ കയറുമ്പോൾ, എന്നിട്ട് ഔട്ട്ലെറ്റ് വഴി. അതേപോലെ അടുത്തൊരു കക്ഷിയാണ് ഇത്, ഇൻലെറ്റ് വഴി കയറുന്നു, ഔട്ട്ലെറ്റ് വഴി ഇറങ്ങുന്നു. ഇതാ കണ്ട, ആക്സിൽ പൊസിഷൻ പോയിന്റിൽ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്കൊന്ന് സിലിണ്ടർ കുഷനിങ്, ഇത് ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഇതാണ്. ദ എൻഡ് ക്യാപ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ അലുമിനിയം വെച്ചോ, ഹാവ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് പോർട്ട്സ്, കാസ്റ്റ് അയൺ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ദീസ് ക്യാപ് സെൻറ്റർ ആർ ത്രെഡഡ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ലോക്ക്ഡ് ഓർ ഓപ്പൺഡ്. അടച്ചിരിക്കുക അല്ലെങ്കിൽ തുറന്നിരിക്കുക, അതാണ് ഇതിൻ്റെ ഇത്. എൻ ഗ്യാസ് ഷുഡ് ബി ഡിസൈൻ ടു വിത്ത്സ്റ്റാൻഡ് ദ ഇമ്പാക്ട് ലോഡ്സ് ഡ്യൂ ടു ദ ഫ്ലൂയിഡ് പവർ and kinetic energy
of moving parts. The shock loads are developed at the extreme ends of piston travels. These shock loads at the end of travel can be minimized by cushion walls built into the end caps. This is known as cylinder cushioning. അത്രയേ ഉള്ളൂ. കംപ്രസേഴ്സ് രണ്ടെണ്ണം വരെ പഠിക്കണം നമ്മൾ. കംപ്രസേഴ്സ് ന്യൂമാറ്റിക് കംപ്രസേഴ്സ് വരുന്ന സെൻട്രിഫ്യൂഗലുണ്ട്, ആക്സിലുണ്ട്, അങ്ങനെ കുറേ എണ്ണന്മാരുണ്ട്. നമ്മൾ ആ എണ്ണന്മാർ മറക്കണ്ട, ആവശ്യമുണ്ട്. നമുക്കൊന്ന് സംസാരിക്കാനെ പറ്റി. ന്യൂമാറ്റിക് കംപ്രസേഴ്സ് എന്ന് വെച്ചാൽ ന്യൂമാറ്റിക് പവർ ക്യാൻ ബി സപ്പോർട്ടഡ് വിത്ത് ദ എയ്ഡ് ഓഫ് കംപ്രസേഴ്സ് സച്ച് ആസ് ദ സെൻട്രിഫ്യൂഗൽ, ആക്സിൽ ഫ്ലോ, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പ്, അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ കുറേ പേരുകൾ. നമുക്കന്ന് ഒരു ചേട്ടനെ നമുക്ക് പരിചയം. സെൻട്രിഫ്യൂഗൽ കംപ്രസർ ഷോൺ ഇൻ ഫിഗർ 10.5. വൊല്യൂട്ട്, ഇമ്പലർ, ഇൻലെറ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് വരച്ച് എടുക്കുക, എളുപ്പമാണ്. വരച്ച് പഠിക്കുക. ഇത് ചോദിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇമ്പോർട്ടൻറ്റ്. ദ സെൻട്രിഫ്യൂഗൽ കംപ്രസർ ഷോൺ enters the eye or center of the impeller. Centrifugal effect throws the air into the volute where it goes to the diffuser. Axial compressor എന്താണ് നോക്കാം. Axial compressor shown in figure 10.6. The annular inlet area is much greater than that of the eye of the centrifugal type. Hence it delivers more flow. The blades are attached to the tapered rotor. കണ്ടോ, ഓരോ സെൻട്രിഫ്യൂഗൽ കംപ്രസേഴ്സും ഡിഫ്യൂസർ അങ്ങനെ കുറേ തന്നിട്ടുണ്ട്. ഡ്രൈവ് ഷാഫ്റ്റ്. അടുത്തതാണ് ആക്സിലിൽ വരുമ്പോൾ ഇൻലെറ്റ് ഗൈഡ് വെയിൻ, എക്സിറ്റ് ഗൈഡ് വെയിൻ തന്നിട്ടുണ്ട്. പിന്നെ റണ്ണർ ബ്ലേഡ്, ഫിക്സഡ് ഗൈഡ് വെയിൻ തന്നിട്ടുണ്ട്. പിന്നെ ടാപ്പേഡ് റണ്ണർ കണ്ട അകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതാണ്, കുറേ ഉണ്ടിത്. നിങ്ങൾക്കിനി അത് സിമ്പിളാക്കി കുറേ സർക്യൂട്ടിൻ്റെ ഡയഗ്രാം വരച്ച് പഠിക്കണം. സീക്വൻസ് വാൾവൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ സിമ്പിൾസ് പഠിക്കണം, ഇമ്പോർട്ടൻ്റായി. നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ചോദിക്കും പരീക്ഷയ്ക്ക്. അതൊരു കൂടുതൽ മാർക്കിനായിരിക്കും. എളുപ്പമാണ്. മെക്കട്രോണിക്സ് സുഖമായി ജയിക്കാൻ പറ്റുന്നൊരു പേപ്പറാണ്. Hydraulic valves and direction control valve. Pressure valve, pressure control. Fluid power is controlled primarily through the use of control devices called valves. മൂന്ന് തരമായിട്ട് ഡയറക്ഷൻ കൺട്രോൾ വാൾവ് ഉണ്ട്, പ്രഷർ കൺട്രോൾ വാൾവ് ഉണ്ട്, പ്രോസസ് കൺട്രോൾ, ഫ്ലോ കൺട്രോൾ വാൾവ്സ്. ഡയറക്ഷൻ കൺട്രോൾ വാൾവ്സ് നമുക്കൊന്ന് നോക്കാം. ആസ് ദ നെയിം ഇംപ്ലൈസ്, the direction control valves are used to control the direction of the flow to the actuator from the pump. Operating principle of direction control valves. Direction control valves are used to allow or prevent the flow of fluid to the actuator from the pump. Most of the direction control valves have 4 ports. കണ്ടോ, 4 പോർട്ടുണ്ട്. 4 പോർട്ട് വന്നുണ്ട. ഫ്ലൂയിഡ് ഇങ്ങനെ കയറുന്നു, പമ്പ് വഴി കയറി, പിന്നെ ഇതിലേ വന്നിട്ട് ഇതിലേ അങ്ങ് ഇറങ്ങി ഇതിലേ അങ്ങ് തിരിച്ചു വരും. അതുകൊണ്ട് സൈക്ലിക് പ്രോസസ് പോലെ ഉണ്ടല്ലോ. അതേപോലെ തന്നെ എയറും കംപ്രസ് ചെയ്ത് എയർ കയറുന്നു, എന്നിട്ട് തിരിച്ചിറങ്ങുന്നു. ഇത്രയേ ഉള്ളൂ. ടൈപ്സ് ഓഫ് ഡയറക്ഷൻ കൺട്രോൾ വാൾവ്സ് നമുക്ക് നോക്കിയാലോ.
Check valve. Check valve എന്ന് വെച്ചാൽ the simplest type of one direction flow valve is check valve. Check valve is a one-way valve because it permits flow in only one direction and prevents any flow in the opposite direction. The check valve with the graphical symbol is puppet, spring, no flow കാണിച്ചിട്ടുണ്ട്. ഔട്ട്ലെറ്റ് ഉണ്ട്, ഇൻലെറ്റ് ഉണ്ട്. ഇതാ കണ്ട ഇവിടെ ക്ലോസ്ഡ്, ഇതാ സിമ്പിൾ കണ്ട കാണിച്ചിരിക്കുന്ന. The spring holds the puppet in the closed position. When the fluid attains the required pressure, it overcomes the spring force. The spring is compressed. The puppet is moving right and free flow occur from left to right. If the flow is attempted in the opposite direction, the fluid pressure along with the spring force pushes the puppet in closed position. Hence, number flow is occurred in opposite direction. Pilot operated check valve. Pilot pressure, pilot position, drain valve opened by pilot pressure. Flow normally blocked. Pressure at a assist pilot. Free flow direction. Two-way valve. കണ്ട രണ്ട് വേ വഴി ഉണ്ട്. ഒന്ന് ഇൻലെറ്റ് വഴി പുറത്തേക്ക് പോകുന്നു. ടു-വേ വാൾവ് ഉണ്ട്. അതിൻ്റെ പടം കാണിച്ച് ഇത് പ്രത്യേകം നിങ്ങൾ വരച്ച് പഠിക്കുക. ഡബിൾ ആക്ടിങ് ഇമ്പോർട്ടൻ്റ് ആയ എസ്സേ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ വിചാരിച്ചതിനപ്പുറം ഫോർ-വേ വാൾവ്. ഈ പടങ്ങൾ വരച്ച് വയ്ക്കുക നിങ്ങൾ. ഇനി അടുത്ത DCV പുപ്പറ്റ് ഡിസൈൻ ഈ പടം നിങ്ങൾ വരച്ച് വയ്ക്കുക. സിമ്പലും ഇത്. ഇനി സ്പൂൾ വാൾവ് എന്താണെന്ന് നോക്കാം. The spool valve consists of a spool which is cylindrical, a member that has large diameter, lands machine to slide in a very close fitting bore of the valve body. The spool valves are sealed along the clearance between the moving spool and the housing. The degree of sealing depends on the size of the gap, the viscosity of the fluid and especially the level of pressure. The spool കാണിച്ചിട്ടുണ്ട്. ബോർ പോർട്ട് A, പോർട്ട് B. സ്പ്രിംഗ്, വാൾവ് ബോഡി. കാണിച്ചിട്ടുണ്ട് ഓരോന്ന്. പുഷ് ബട്ടൺ കണ്ട അങ്ങനെ ഓരോ ഇതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് പിന്നെ പ്രഷർ കൺട്രോൾ വാൾവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. The pressure control valve maintains the required pressure level by diverting high pressure fluid to a low pressure area and hence controlling the pressure in the high pressure area, restricting the flow into another area. The pressure control valves diverting the fluid are safety or pressure relief valves, compound relief valve, pressure reducing valve, unloading valves, sequence valves, counterbalance valves. Pressure relief valve. The pressure control valves are used in hydraulic circuit to maintain desired pressure in various parts of the circuit. The most widely used type
pressure control valve is pressure relief valve. It is normally a closed valve. Its main function is to limit the pressure to a specified maximum valve by diverting the pump from back to the tank. വേണ്ട സിമ്പിൾസ് കാണിച്ചിരുന്നു. ഫിൽറ്റർ, പമ്പ്, ഇങ്ങനെ ഇത് ഇമ്പോർട്ടൻ്റാണ്. ദാ ഇതിൻ്റെ ഈ ഫിഗറിൻ്റെ പടം ദാ ഇങ്ങനെയാണ് വരുന്നത്. സിമ്പിൾ വരച്ച് പഠിക്കാം. സീക്വൻസ് വാൾവ് എന്നാ. അനദർ കൺട്രോൾ വാൾവ് ഈസ് ദ സീക്വൻസ് വാൾവ്. അനദർ പ്രഷർ കൺട്രോൾ വാൾവ് ഈസ് സീക്വൻസ് വാൾവ് എന്ന് പറയാം. പ്രഷർ റെഡ്യൂസിങ് വാൾവ് പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ആ വാൾവ് വരുന്നത്. നമ്മൾ ഏകദേശം സിമ്പിൾസ് കൃത്യമായിട്ട് എല്ലാവരും എഴുതിയെടുക്കുക, പെട്ടെന്ന് എഴുതിയെടുക്കുക. ഇത് ഇമ്പോർട്ടൻ്റാണ്. ഈ സിമ്പിൾസ് വെച്ചാണ് ഇനി അടുത്ത കളികൾ. സിംഗിൾ ആക്ടിങ് സിലിണ്ടറിൻ്റെ സിമ്പിൾ വരച്ചെടുക്കുക. എല്ലാവരും വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇത് നോക്കാം. സേഫ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനി തീർന്നു. താങ്ക് യു വെരി മച്ച്. ഇതോടുകൂടി സെക്കൻഡ് മൊഡ്യൂൾ മെക്കട്രോണിക്സ് തീർന്നു. ബൈ.